നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാളെ CPM-ലുള്ളൂ. അത് ആലപ്പുഴയിലെ CPM നേതാവ് എച്ച് സലാമാണ്. പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ സുധാകരനെ വിമർശിച്ച് എച്ച് സലാം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റിൽ എഴുതിയ ഒരു വാചകം ഇപ്പോൾ സലാമിന് തിരിച്ചടിച്ചിരിക്കുകയാണ്. ട്രോളന്മാർ എല്ലാവരും കൂടി എടുത്തിട്ട് അലക്കുകയാണ്. ഇതുകൂടാതെ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പോലും എച്ച് സലാമിന് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ CPM-കാർ തന്നെ പൂര തെറിവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സലാമിനെതിരെ. ഈ ചെരുപ്പിന്റെ വാറഴിക്കാനൊക്കെ നടക്കുന്നത് എന്തിനാണ് സഖാവേ? മറ്റൊരാളുടെ ചെരുപ്പിന്റെ വാറഴിക്കാനൊക്കെ നിൽക്കുന്നത് അടിമത്തമാണെന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാകുന്നില്ലേ? പിന്നെ പിണറായി വിജയനെ വീണ്ടും തള്ളി പൊക്കി അങ്ങ് രാജാവും തമ്പ്രാനും കാരണഭൂതനും ക്യാപ്റ്റനും ഒക്കെ ആക്കുകയാണ്. CPM-ലെ ഈ പറയുന്ന എച്ച് സലാമിനെ പോലെയുള്ള നേതാക്കളൊക്കെ പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ നിൽക്കുമായിരിക്കും. സുധാകരനെ പോലെയുള്ള നേതാക്കളെ അതിന് കിട്ടില്ല. കാരണം നട്ടലുള്ള നേതാക്കൾ അങ്ങ് കുമ്പിടാൻ നിൽക്കത്തില്ല. സലാമിനെ പോലെ ഉള്ളവർക്ക് ഇനിയും പിടിച്ചു നിൽക്കണമെങ്കിൽ പിണറായി വാഴ്ത്തുപാട്ടുകൾ പാടേണ്ടി വരുമായിരിക്കും. എന്നാൽ അതിന്റെ യാതൊരു ആവശ്യവും ഇല്ലാത്തവർ പിണറായിയെ വിമർശിക്കും, പച്ചയ്ക്ക് പറയുകയും ചെയ്യും പറയാനുള്ളതെല്ലാം. അല്ലാതെ കാരണഭൂതനെ കാണുമ്പോൾ നട്ടല് വിറച്ച് കുമ്പിട്ട് കൂനിക്കൂടി താഴേക്ക് വീഴാനോ അല്ലെങ്കിൽ ചെരുപ്പിന്റെ വാറഴിക്കാനോ കുനിയില്ല. എന്തായാലും സലാം വലിയ നെടുനീളത്തിലൊരു പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു സുധാകരനെ വിമർശിക്കാൻ രംഗത്തേക്ക് വന്നത്. അമ്പലപ്പുഴയിലെയും ആലപ്പുഴയിലെയും CPM-കാർ തന്നെ ഇപ്പോൾ സലാമിനെ തെറി വിളിക്കുകയാണ്. ഇനി ഏത് കാലത്താണ് നീയൊക്കെ നന്നാകാൻ പോകുന്നത് എന്നാണ് കൂട്ടത്തിലുള്ളവർ തന്നെ ചോദിക്കുന്നത്. പിണറായി വിജയൻ അല്ലാതെ ഈ പാർട്ടിക്ക് വേറെ മുഖമില്ലേ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ചവിട്ടി പുറത്താക്കേണ്ടവരെ പുറത്താക്കുക തന്നെ ചെയ്യണം, വിമർശിക്കേണ്ടതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. അല്ലാതെ സലാമിനെ പോലെ ഒരു കൂട്ടം വീണ്ടും ഇങ്ങനെ പിണറായിയെ പൊക്കിയടിച്ച് തലപ്പൊക്കത്തിൽ കൊണ്ട് നിർത്താമെന്ന് കരുതണ്ട. ഈ പാർട്ടിയിൽ ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സദാ തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് സലാമിനൊക്കെയുള്ള മറുപടി. അമ്പലപ്പുഴ MLA സുധാകരൻ രാഷ്ട്രീയ കോമാളയായി മാറുന്നു എന്നും പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ടോ എന്നായിരുന്നു സലാം ചോദിച്ചത്. പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ കാരുണ്യം കൊണ്ടാണ് സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി കീറിപ്പോകാതിരിക്കുന്നത്. പിണറായിയെ സുധാകരൻ നനഞ്ഞ കോഴി എന്ന് വിളിച്ചതിന് മറുപടിയായിട്ട് ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു സലാം രംഗത്തേക്ക് വന്നത്. ആ പോസ്റ്റിലായിരുന്നു പിണറായിയെ അങ്ങ് പൊക്കി അടിക്കുകയായിരുന്നു. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് നോക്കാം. അമ്പലപ്പുഴ MLA സുധാകരൻ രാഷ്ട്രീയ കോമാളിയായി മാറുകയാണ്. കേരളത്തിലെ മുതിർന്ന പാർട്ടി നേതാവും പാർട്ടി PB അംഗവും 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയനെ നനഞ്ഞ കോഴിയെന്നും പാർലമെന്റ് അംഗമായും ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ച KN ബാലഗോപാലിന് സംസാരിക്കാൻ അറിയാത്തവൻ എന്നൊക്കെയാണ് സുധാകരൻ അധിക്ഷേപിച്ചത്. താൻ ഒഴികെ നാട്ടിൽ വേറെ ആർക്കും ഒരു വിവരവും ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. പാർട്ടിയെയും നേതാക്കളെയും നിരന്തരം അധിക്ഷേപിക്കുമ്പോഴും ഞങ്ങൾ കാണിക്കുന്ന അവധാനത ദൗർബല്യമാണെന്ന് കരുതരുത്. പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ കാരുണ്യം കൊണ്ടാണ് സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖം മൂടി കീറിപ്പോകാതിരുന്നത് എന്ന സത്യം സുധാകരൻ മറന്നുപോകരുത്. 2021 ഞാൻ മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി അല്ലാതിരുന്ന സുധാകരൻ എന്തിനു വേണ്ടിയാണ് പണം പിരിച്ചത്? അന്ന് താങ്കൾ പിരിച്ചെടുത്ത പണത്തിന്റെ കണക്ക് പരസ്യപ്പെടുത്താൻ തയ്യാറാകണം. ആരിൽ നിന്നൊക്കെ എത്ര ലക്ഷങ്ങൾ പിരിച്ചുവെന്ന് വെളിപ്പെടുത്താൻ സുധാകരന് ധൈര്യമുണ്ടോ? മിസ്റ്റർ സുധാകരൻ, താങ്കൾക്കും വീട്ടിൽ 2-3 പേർക്കും മാത്രം അറിയുന്ന രഹസ്യങ്ങൾ പലതും ഇന്ന് പരസ്യമാണ് എന്നത് മറക്കണ്ട. പിണറായി വിജയൻ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് പാർട്ടി സെക്രട്ടറി ആകുകയും പതിറ്റാണ്ടുകൾ പാർട്ടിയെ ധീരമായി നയിച്ച് തുടർ ഭരണത്തിലേക്ക് വരെ LDF-നെ നയിക്കുകയും ചെയ്ത നേതാവാണ്. അനാവശ്യം കാണിച്ചിട്ടും താങ്കൾക്ക് അർഹിക്കാത്ത പരിഗണന നൽകിയ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത സുധാകരനുണ്ടോ? പാർലമെന്റ് അംഗമായും ധനകാര്യമന്ത്രിയായും സംഘടനാ ചുമതലകളിലും സത്യസന്ധമായും മാതൃകാപരമായും പ്രവർത്തിച്ച വ്യക്തിത്വമാണ് KN ബാലഗോപാലിൻ്റേത്. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺമാരായി മുൻകാലത്ത് പ്രവർത്തിച്ചത് CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ 2 വനിതാ നേതാക്കളാണ്. അവരെ സുധാകരൻ അധിക്ഷേപിച്ച് വിളിച്ചത് ഒരുത്തി എന്നാണ്. ഇങ്ങനെ സ്ത്രീവിരുദ്ധ പ്രയോഗങ്ങൾ നടത്താനാണോ ജനങ്ങൾ താങ്കൾക്ക് വോട്ട് നൽകിയത്? മുൻപ് ഷാനിമോൾ ഉസ്മാനെയും ഉഷ സാലിയെയും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ CS സുജാതയെയും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തി അധിക്ഷേപിച്ചു. ഉന്നത നേതാക്കൾ മുതൽ പ്രാദേശിക പ്രവർത്തകരെ വരെ ആരെയും അധിക്ഷേപിക്കുവാനുള്ള ലൈസൻസ് ആണ് വോട്ടർമാർ താങ്കൾക്ക് തന്നത് എന്ന് വിചാരിക്കരുത്.
ഇത്തരം വിവരക്കേട് പറയുമ്പോൾ ഒരു പരിധിയൊക്കെ വയ്ക്കുന്നത് നല്ലതാണ്. അത് കേൾക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ കുലുങ്ങിച്ചിരിക്കുന്നുണ്ടാകും. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ താങ്കൾ ഒരു രാഷ്ട്രീയ കോമാളിയായി മാറുകയാണ്. പണ്ടൊക്കെ നാട്ടിൽ ഒരു കുപ്പി കള്ള് വാങ്ങിക്കൊടുത്താൽ ആരെയും തെറി വിളിക്കുന്ന ഒരാളെ കാണാൻ പറ്റുമായിരുന്നു. ഈ കോമാളിത്തരം കാണുമ്പോൾ ജനങ്ങൾക്ക് അതാണ് ഓർമ്മ വരുന്നത്. ഇതായിരുന്നു സലാം പങ്കുവെച്ച പോസ്റ്റ്. ഇതിൽ ജി സുധാകരൻ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയത് മുൻപ് CS സുജാത നായർ തറവാടുകളിലേ പോകാറുള്ളൂ, മുല്ലപ്പൂ വയ്ക്കുന്നത് താൻ നായർ സമുദായത്തിൽപ്പെട്ട ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ള ചില അതിരുവിട്ടു പോകുന്ന പരാമർശങ്ങളൊക്കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിനെയെല്ലാം വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന ഈ സലാമിനെ കുറിച്ച് കൂടി നമ്മളൊക്കെ ചിലത് അറിയണമല്ലോ. ആലപ്പുഴയിലെ CPM-ൽ കൂട്ടയടിയും ക്രിമിനലിസവുമാണ് നടക്കുന്നത്. ജി സുധാകരൻ തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ്. അത് അക്ഷരം പ്രതി ശരിയാണ്. കാരണം ഒരു കൂട്ടം മുതിർന്ന നേതാക്കളെ എന്തും പറഞ്ഞ് അധിക്ഷേപിക്കാമെന്നും അവരെ സോഷ്യൽ മീഡിയയിൽ അങ്ങേയറ്റം അങ്ങ് നാണം കെടുത്തി കാണിക്കാം എന്നൊക്കെയാണ് CPM-ന്റെ ഈ ആലപ്പുഴയിലെ ഒരു കൂട്ടം ക്രിമിനൽ സംഘത്തിൻ്റെ വിചാരം. പ്രത്യേകിച്ച് ഒരു കൂട്ടം CPM ഗുണ്ടകളാണ് അതിൽ കയറിയിരിക്കുന്നത്. ഇവരെ ഇങ്ങനെ അങ്ങ് ഇറക്കി വിട്ടിരിക്കുകയാണ് CPM-ന്റെ ആലപ്പുഴയിലെ മുതിർന്ന നേതാക്കൾ. അവരെ പിടിച്ചുകെട്ടാനൊന്നും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ 8 നിലയിൽ പൊട്ടി നിലംപതിച്ച് താഴേക്ക് വീണത്. പിന്നെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് എത്രയോ വൃത്തികെട്ട വാക്കുകൾ സ്ത്രീകൾക്കെതിരെ വന്നിട്ടുണ്ട്. അന്നൊന്നും തോന്നാത്ത ഒരു വേവലാതിയാണ് ഇപ്പോൾ സലാമിന് തോന്നിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതികളായവരും കഞ്ചാവ് വിൽപ്പനക്കാരും ഒക്കെയാണ് ആലപ്പുഴയിലെ CPM-ൽ കയറിക്കൂടിയിരിക്കുന്നത്. ആദ്യം ഇവരെയൊക്കെ ഇറക്കിവിട്ട് ആലപ്പുഴയിലെ CPM-നെ ഒന്ന് ശുദ്ധീകരിച്ചിട്ട് വേണം സലാം ബാക്കിയുള്ളവരെ വിമർശിക്കാനും മര്യാദ പഠിപ്പിക്കാനും ഒക്കെ ചെല്ലുന്നത്. പിന്നെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യത എന്നൊക്കെ പറയുമ്പോൾ എന്ത് യോഗ്യതയാണ് അതിന് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം മറ്റൊരാളുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ കുനിയുന്നത് തന്നെ ഒരു അടിമത്തമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു പൂർണ്ണമായ പിണറായി അടിമയായി മാറിയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയുണ്ടോ എന്നൊക്കെയാണ് ഒരു CPM നേതാവ് ചോദിക്കുന്നത്. അതിലും വലിയ നാണം കെട്ട രാഷ്ട്രീയം വേറെയില്ല. കാരണം പണ്ട് അടിമത്തത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച ഒരുപാട് നേതാക്കന്മാർ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണിത്. ആ പ്രസ്ഥാനത്തിൽ കയറിയിരിക്കുന്ന ഇന്നത്തെ കുറെ പടുവാഴകളാണ് ഇത്തരത്തിൽ പറയുന്നത്. പിണറായി വിജയന്റെ വാറഴിക്കാൻ സലാമും മറ്റു കൂട്ടം അന്തം കമ്മികളും ഒക്കെ കുനിഞ്ഞോളൂ. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ കരുതരുത്. എന്തായാലും സലാമിനെയൊക്കെ ചൊടിപ്പിച്ച ജി സുധാകരന്റെ ആ ഒരു പ്രസ്താവന കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ജി സുധാകരൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഭയിലെ CPM നേതാക്കളുടെ പ്രകടനം എല്ലാവരും കാണുന്നുണ്ടാകും. വെള്ളത്തിൽ വീണ് നനഞ്ഞ കോഴിയുടെ അവസ്ഥയിലാണ് പിണറായി വിജയൻ. KN ബാലഗോപാലനെ ഇങ്ങനെ ആരെങ്കിലും മുൻപ് സഭയിൽ കണ്ടിട്ടുണ്ടോ? സഭയിൽ മിണ്ടാട്ടമില്ല അദ്ദേഹത്തിന്. VD സതീശനെതിരെ സംസാരിക്കാൻ ഒരൊറ്റ CPM MLA-മാർക്ക് സാധിക്കുന്നില്ല. എഴുന്നേറ്റ് നിന്ന് പറയാൻ ആരെങ്കിലും വേണ്ടേ? തോമസ് ഐസക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ. സഭയിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രകടനങ്ങളിൽ വല്ലാത്ത സങ്കടം തോന്നി. ഇടത്തോട്ട് മുണ്ടുടുത്താൽ മാത്രം ഇടതുപക്ഷമാകില്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ വലത്തോട്ട് മുണ്ടെടുത്തെന്ന് കരുതി വലതുപക്ഷവുമാകില്ല. CPM-ൽ അംഗീകാരമുള്ള യുവജന നേതാവില്ല. ഊന്നുവടിയിൽ നടക്കുന്ന പാർട്ടിയാണ് CPM. എന്നിട്ടും കോൺഗ്രസ് ചെളിക്കുണ്ടിലാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടി ലീഗാണ്. സമൂഹത്തിൽ CPM-ന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്തൊന്നും ഇവർ നന്നാകാൻ പോകുന്നില്ല. ഇതായിരുന്നു സുധാകരൻ പറഞ്ഞത്. ഇതിൽ സുധാകരന്റെ വാക്കുകൾ നമുക്കൊന്നുകൂടി പരിശോധിക്കാം. അതായത് CPM-ലെ ആരും ഒരക്ഷരം പോലും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. സഭയിൽ കത്തിക്കയറുന്ന CPM MLA-മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ഒരു കത്തിക്കയറൽ കാണുന്നില്ല എന്ന് സുധാകരൻ പറയുന്നു. അതിലെന്താണ് തെറ്റ്? കാരണം എന്താണ്? നല്ല നേതാക്കൾ ഇപ്പോൾ സഭയിലില്ല എന്നുള്ളത് തന്നെയാണ്. പിണറായി വിജയനെ ഇങ്ങനെ പടുത്തുയർത്തി കാണിച്ചിരിക്കുകയാണല്ലോ. പിണറായി വിജയൻ ഫുൾ ഫിഗർ, തല ഫുൾ ഫിഗർ, അത് തന്നെയാണല്ലോ എല്ലായ്പ്പോഴും CPM-ന് പറയാനുള്ളത്. അല്ലാതെ ഏതെങ്കിലും നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇവർ തയ്യാറാകുന്നുണ്ടോ? ഉള്ള നേതാക്കളെയെല്ലാം വെട്ടിനിരത്തി മൂലക്കിരുത്തിയിരിക്കുകയാണ്. തോമസ് ഐസക്, KK ശൈലജ, അതുപോലെ എത്ര നേതാക്കൾ.
യുവജന നേതാക്കളിൽ കൊള്ളാവുന്നത് ഏതുണ്ട്? ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പേര് പറയാനുണ്ടോ? ഒരെണ്ണവുമില്ല. എല്ലാം കണക്കാണ്. ജനങ്ങളെ കൊണ്ട് വെറുപ്പിച്ച ഒരു കൂട്ടം യുവ നേതാക്കൾ, അതാണ് CPM-നുള്ളിലുള്ളത്. പിന്നെ സുധാകരൻ പറഞ്ഞ ഒരു പോയിന്റിനോട് ഒരു കാലത്തും യോജിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടി ലീഗാണ് എന്നുള്ളത്. ഇതൊക്കെ ഈ പറയുന്ന സുധാകരനും ലീഗിനെ താങ്ങുന്നു എന്നുള്ളത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ലീഗിന്റെ വായിൽ നിന്ന് എത്രയോ വർഗീയ വിഷം ചീറ്റുന്ന പരാമർശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എപ്പോഴും പറയാറുണ്ട് KM ഷാജിയുടെ കാര്യം തന്നെയാണ്. മതമാണ് പ്രശ്നം എന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയ പ്രശ്നം വേറെയില്ല. ഇവിടെ മതത്തെക്കുറിച്ചല്ല, മനുഷ്യനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നെങ്കിലും ഈ കൂട്ടർക്ക് ബോധ്യമുണ്ടാകട്ടെ. പിന്നെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന VD സതീശൻ എപ്പോഴും പോയി പാണക്കാട് അങ്ങ് കുനിയാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ ലീഗിൻ്റെയും പാണക്കാട്ടെയും മുഖ്യമന്ത്രിയല്ല, കേരളത്തിൻ്റെ മൊത്തം മുഖ്യമന്ത്രിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.